ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാലികമായ തിരക്കുകളിൽ പലപ്പോഴും കിട്ടുന്ന ഭക്ഷണം മാത്രം കഴിക്കാനേ നമുക്ക് സമയം ലഭിക്കാറുള്ളൂ. അതിനാൽ നാടൻ രുചികൾ ഇന്ന് പലർക്കും അറിയില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയ്ക്ക്. അതിനാൽ പഴമയുടെ കയ്യൊപ്പ് പതിഞ്ഞ നാടൻ ഭക്ഷണക്കൂട്ടുകളെ പരിചയപ്പെടുത്തുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. വരുന്ന പാർട്ടി കോൺഗ്രസോടെ CPM പിളരുമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. പാർട്ടി രേഖകൾ പോലും തയ്യാറാക്കാൻ സാധിക്കാത്ത പ്രതിസന്ധിയിലാണ് CPM എന്നും RMP നേതൃത്വം. ഫാക്ട്സ് ഓഫ് ഫിസിക്സ് ദേശീയ സെമിനാറിന് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ തുടക്കം. പങ്കെടുക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ പ്രമുഖർ. റേഷൻ സാധനങ്ങൾ സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ച് വിതരണം ചെയ്യുന്നത് അഴിമതിക്ക് ആക്കം കൂട്ടുമെന്ന് സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ. സ്വകാര്യ ഗോഡൌണുകളെ ആശ്രയിക്കുന്നത് ചില ഉദ്യോഗസ്ഥരുടെ താൽപര്യപ്രകാരമെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. വരുന്ന പാർട്ടി കോൺഗ്രസോടെ CPM പിളരുമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രേഖകൾ പോലും ഏകകണ്ഠമായി തയ്യാറാക്കാൻ കഴിയാത്ത വിധം അഭിപ്രായ ഭിന്നതകൾ ശക്തിപ്പെട്ട് അഗാധമായ പ്രതിസന്ധിയാണ് CPM നേരിടുന്നത് എന്നും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തമാക്കി. കോൺഗ്രസുമായി കൂട്ടുചേരണമെന്ന് വാദിക്കുന്നവരുടെ നിയന്ത്രണത്തിലേക്ക് CPIM എത്തിച്ചേർന്നാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നയപരമായ വ്യതിയാനവും പ്രത്യയശാസ്ത്രപരമായ ദാരിദ്ര്യവും CPIMനെ വേട്ടയാടുകയാണ്. അഴിമതിയും കൊലപാതക രാഷ്ട്രീയവും മുഖമുദ്രയാക്കിയ ഈ സോഷ്യൽ ഫാസിസ്റ്റ് പാർട്ടി അനിവാര്യമായ തകർച്ചയുടെ വക്കിലാണ് എത്തി നിൽക്കുന്നത് എന്ന് RMP നേതാക്കൾ പറഞ്ഞു. ഈ രണ്ട് വാദമുകളും യെച്ചൂരിയുടെ ആരും പ്രകാശ് കാരറ്റും ഈ രണ്ട് വാദങ്ങളും അസംബന്ധവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അധപ്പതനത്തിന്റെ നെല്ലിപ്പടിയിലെത്തിയതിന്റെ തെളിവുമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കേണ്ടതില്ലെന്ന CBI നിലപാട് പരിഹാസ്യമാണ്. ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് CBI ഈ നിലപാട് സ്വീകരിച്ചത്. ഈ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ സമീപിക്കാൻ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഗവൺമെന്റ് മാറിയ സ്ഥിതിക്ക് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉന്നയിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കേസിലെ ഉന്നത തല ഗൂഢാലോചന വെളിപ്പെടുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം CBI നടത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ദേശീയപാത വികസിപ്പിക്കാൻ എന്ന പേരിൽ ലക്ഷക്കണക്കിന് കച്ചവടക്കാരെയും ഭൂവുടമകളെയും കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും ഗവൺമെന്റ് പിന്തിരിയണമെന്നും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. ഇവിടെ RMP എതിർക്കുന്നത് നിലവിലുള്ള ദേശീയപാതയെ സഞ്ചാരിക്കാനുള്ള ഇപ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മുതലെടുത്തുകൊണ്ട് അത് സ്വകാര്യ പാതകളാക്കി മാറ്റുന്ന ഗവൺമെന്റ് നയത്തിനെയാണ് RMP എതിർക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി N. വേണു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KS ഹരിഹരൻ, KP പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഗെയിംസിനുള്ള സ്റ്റേഡിയങ്ങളുടെ ഒരുക്കത്തിൽ വിദഗ്ധ സമിതിക്ക് സംതൃപ്തി. ദേശീയ ഗെയിംസ് സാങ്കേതിക സമിതി ചെയർമാൻ K. മുരുകൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി രാകേഷ് ഗുപ്ത എന്നിവർ കോർപ്പറേഷൻ സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം എന്നിവ പരിശോധിച്ചു. 86 ദിവസം കഴിഞ്ഞ് നടക്കുന്ന ദേശീയ ഗെയിംസിനൊരുങ്ങുന്ന നഗരത്തിലെ പ്രധാന വേദികൾ മികച്ചതെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തി. ദേശീയ ഗെയിംസിൽ മത്സരങ്ങളുടെ നടത്തിപ്പിന്റെ ചുമതലയുള്ള ഗെയിംസ് ടെക്നിക്കൽ കോണ്ടക്ട് കമ്മിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിലും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും പരിശോധനയ്ക്കെത്തി. 10 മാസം മുൻപ് നഗരത്തിലെ ഗെയിംസ് വേദികൾ സന്ദർശിച്ചപ്പോൾ ഇവിടെ മത്സരങ്ങൾ നടത്തുന്നതിൽ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് സ്ഥിതിയാകെ മാറി. രാജ്യാന്തര നിലവാരത്തിലേക്ക് വേദികൾ ഒരുങ്ങി. ദേശീയ ഗെയിംസിന്റെ ഗ്ലാമർ ഇനമായ ഫുട്ബോളിനും വോളിബോളിനും യോജിച്ച വേദിയാണ് ഇവിടെയുള്ളതെന്ന് GTCC ചെയർമാനും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ K. മുരുകൻ പറഞ്ഞു. This event will be successfully conducted as per the interest of the government of the Kerala, the Olympic Association, the federations and also all the local associations are assisting
technically. So technically there won't be any process. Technically we can say there will not be any problem. That will finalize everything on the 8th at Trivandrum. Then we'll be completely knowing the entire picture about the exact situation of the technical aspects of all the games. 2 വോളിബോൾ കോർട്ടുകളാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കുക. കളിക്കാർക്കും കാണികൾക്കുമായി ഇവിടെ പ്രത്യേക പ്രവേശന കവാടങ്ങളും ഉണ്ടാവും. വേദിക്ക് പുറത്ത് കളിക്കാർക്ക് വ്യായാമത്തിനായി താൽക്കാലിക സംവിധാനവും ഒരുക്കും. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് പുറമെ പുരുഷ ഫുട്ബോൾ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളിൽ ചിലത് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിലും നടക്കും. സംസ്ഥാനത്തെ 7 ജില്ലകളിലെ വേദികളും GTCC പരിശോധിക്കുന്നുണ്ട്. ഇതിനുശേഷം 8-ന് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ സംസ്ഥാനത്തുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തും. GTCC കൺവീനറും ഒളിമ്പിക്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ S. രാജീവ്, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി രാകേഷ് ഗുപ്ത, ദേശീയ ഗെയിംസ് നോഡൽ ഓഫീസർ ശശിധരൻ നായർ, ഗെയിംസ് ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ KK വേണു, അഡ്മിനിസ്ട്രേറ്റർ VM മോഹനൻ എന്നിവരാണ് വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾ. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, ദേശീയ ഗെയിംസ് ജില്ലാതല കോർ ഗ്രൂപ്പ് അംഗം KP സേതുമാധവൻ, ദേശീയ ഗെയിംസ് ഓർഗനൈസിംഗ് സെക്രട്ടറി PA അംസ എന്നിവരും സംബന്ധിച്ചു. അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ച് വിതരണം ചെയ്യുന്നത് അഴിമതിക്ക് ആക്കം കൂട്ടുകയാണെന്ന് സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ. CDAയുടേത് ഉൾപ്പെടെ സർക്കാർ ഗോഡൌൺ ഒഴിഞ്ഞുകിടക്കെ സ്വകാര്യ ഗോഡൌണുകളെ ആശ്രയിക്കുന്നത് സിവിൽ സപ്ലൈസിലെ ചില ഉദ്യോഗസ്ഥരുടെ താൽപര്യപ്രകാരമാണെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. നിലവിലുള്ള സർക്കാർ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുകയും സ്വകാര്യ ഗോഡൌണുകളെ ആശ്രയിക്കുകയും അതുവഴി നിരവധി അഴിമതിയും ധൂർത്തും ബേപ്പൂർ പോർട്ടിന് 2 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബേപ്പൂർ CDA ഗോഡൌണിൽ ഒരേ സമയത്ത് 75ഓളം ചരക്ക് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കുറവ് കൂലിക്ക് കയറ്റിറക്കു പ്രവൃത്തി ചെയ്യുന്ന സ്ഥാപനമാണ് ഇവിടെയുള്ളത്. ജില്ലാ ഭരണകൂടം കോഴിക്കോട് ജില്ലയ്ക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ബേപ്പൂർ CDA ഗോഡൌണിൽ വെക്കണമെന്ന നിർദ്ദേശം ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ വ്യക്തമായ അന്വേഷണം നടത്തി സർക്കാരിന്റെയും തൊഴിലാളികളുടെയും ജീവിത സുരക്ഷിതത്വത്തിനു വേണ്ടി ശ്രമിക്കണമെന്ന് CITU, INTUC, BMS, STU എന്നീ ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. കോഴ വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJP പ്രക്ഷോഭം ശക്തമാക്കും. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നവംബർ 10-ന് കളക്ടറേറ്റിലേക്കും 11-ന് സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. വിജിലൻസ് അന്വേഷണം നടത്തുന്നതിലൂടെ ബാർ കോഴക്കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ പറഞ്ഞു. വിശദമായ അന്വേഷണം നടത്തിയാൽ KM മണി മാത്രമല്ല കോൺഗ്രസിലെ പല മന്ത്രിമാരും ഘടകകക്ഷി നേതാക്കളും കുടുങ്ങും. ബാർ കോഴ വിവാദത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം മാത്രം ആവശ്യപ്പെടുന്നത് CPMന്റെ ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്നും V. മുരളീധരൻ ആരോപിച്ചു. KM മാണി BJP വഴി CBIയെ സ്വാധീനിക്കുമെന്ന് പറയുന്ന CPM മാണിയോടുള്ള മൃദുസമീപനം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ CPM നിലപാടിന് കാരണം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലമത്രയും ഈ സർക്കാരിനെ താഴെ ഇറക്കേണ്ടതില്ലെന്നാണ് CPMന്റെ തീരുമാനം. ബാർ കോഴ വിവാദത്തിൽ VSന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന BJP CBI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. KM മാണി മന്ത്രിസ്ഥാനം രാജിവെക്കണം. ഈ ആവശ്യം ഉന്നയിച്ച് 10-ന് BJP 14 ജില്ലകളിലും കലക്ടറേറ്റ് മാർച്ച് നടത്തും. 11-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് V. മുരളീധരൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭൗതിക ശാസ്ത്രത്തിലെ ആധുനിക പ്രവണതകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുവാൻ ഫാക്ട്സ് ഓഫ് ഫിസിക്സ് എന്ന വിഷയത്തിൽ പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. UGCയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ദേശീയ സെമിനാർ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ VKS മേനോൻ ഉദ്ഘാടനം ചെയ്തു. UGCയുടെ സഹകരണത്തോടെ ഫാക്ട്സ് ഓഫ് ഫിസിക്സ് എന്ന വിഷയത്തിൽ പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഭൗതിക ശാസ്ത്രത്തിലെ ആധുനിക പ്രവണതകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് 2 ദിവസത്തെ സെമിനാർ നടക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ VKS മേനോൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ നീത അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ മോഹനചന്ദ്രൻ, ഡോക്ടർ മിനി, അനുഷ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് മംഗളയാൻ വിക്ഷേപണത്തെക്കുറിച്ച് തിരുവനന്തപുരം VSSCയിലെ ഷനീദ് സംസാരിച്ചു. ഇന്ത്യയിലെ വിവിധ സർവകലാശാലയിൽ നിന്നും നിരവധി വിദഗ്ധരാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത്. 5ഓളം പ്രബന്ധങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിക്കുന്നത്. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ.
അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. അന്യം നിന്നു പോകുന്ന ഭക്ഷണ രീതികളെ പരിചയപ്പെടുത്തി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ സംഘടിപ്പിച്ച നാടൻ ഭക്ഷണ ശില്പശാലയിലാണ് പരമ്പരാഗത ഭക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രദർശനം കൗൺസിലർ കിഷൻ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന പുതുതലമുറയ്ക്ക് നാടൻ ഭക്ഷണങ്ങളെക്കുറിച്ച് അറിവുകൾ പകർന്നു നൽകുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. അന്യം നിന്നു പോകുന്ന ഭക്ഷണ രീതികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നാടൻ ഭക്ഷണ ശില്പശാല ഗവൺമെന്റ് മോഡൽ സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്നും തയ്യാറാക്കിക്കൊണ്ടുവന്ന നാടൻ ഭക്ഷണങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പുഴുക്ക്, മരച്ചീനി, ഉണ്ണിയപ്പം, പുളിയിഞ്ചി, പലതരം ചമ്മന്തികൾ, ഉരുട്ടിപ്പായസം, നെയ്യപ്പം, പച്ചടി തുടങ്ങി വിഭവങ്ങൾ പലതരം. കൗൺസിലർ പി കിഷൻചന്ദ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ജീവനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ സൂര്യപ്രകാശ് സംസാരിച്ചു. ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് വരുത്തുന്നത് ആരെയും ചിന്തിച്ചിട്ടുണ്ടോ? കൊളസ്ട്രോൾ എങ്ങനെയുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മള് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതെ, എന്തുകൊണ്ടാണ് അറിയാൻ കാരണം ഭക്ഷണം അല്ലേ? അപ്പൊ ഇന്ന് ഇതൊക്കെ ചോദിക്കുന്നത് എന്താ വെച്ചാല് PTA പ്രസിഡന്റ് ടി എ റസാഖ് അധ്യക്ഷം വഹിച്ചു. പ്രധാനാധ്യാപകൻ പി കെ ഹർഷൻ, കെ സി ഫസലുൽ ഹഖ്, ടി പി മുഹമ്മദ് ബഷീർ, എം കെ ഫൈസൽ, PTA വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കോയ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ലോക മാനേജ്മെന്റ് സമ്മേളനത്തിന് തുടക്കം. സമ്മേളനം വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കൂടുതൽ IIM-കളും IIT-കളും സ്ഥാപിക്കുമെന്നും ഇന്ത്യയുടെ പുരോഗതിക്ക് കൂടുതൽ മാനേജ്മെന്റ് വിദഗ്ധരെ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് കൂടുതൽ IIM-കളും IIT-കളും സ്ഥാപിക്കുമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. ഇന്ത്യയുടെ പുരോഗതിക്ക് കൂടുതൽ മാനേജ്മെന്റ് വിദഗ്ധരെ ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ആഗോള മാനേജ്മെന്റ് സമ്മേളനം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ യുവാക്കളുടെ എണ്ണം അധികമാണ്. രാജ്യത്ത് 57% 30 വയസ്സിൽ താഴെയുള്ളവരാണ്. വികസനത്തിന്റെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളോട് മത്സരിക്കാൻ ഈ യുവാക്കളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തും. രാജ്യത്ത് പുതിയ IIT-കളും IIM-കളും തുടങ്ങുന്നത് സാങ്കേതിക മാനേജ്മെന്റ് വിഷയങ്ങളിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. Indian Institutes of Management are the vanguard of management thinking. Members of faculty at these institutes have been contributing to the global knowledge in management. However, there is a lot that these institutions can do. IIM ഡയറക്ടർ ഇൻചാർജ് പ്രൊഫസർ കുൽഭൂഷൺ ബലൂണി അധ്യക്ഷത വഹിച്ചു. നിസാൻ ഇന്ത്യ മോട്ടോഴ്സ് പ്രസിഡന്റ് ഗുല്യം സിക്കാൻഡ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ IIM-കളിൽ നിന്ന് 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം 8-ന് സമാപിക്കും. കോർപ്പറേഷൻ ഓഫീസിൽ ജീവനക്കാർക്കായി ബയോമെട്രിക് പഞ്ചിംഗ് സിസ്റ്റം സ്ഥാപിക്കാൻ കോർപ്പറേഷൻ കൌൺസിൽ തീരുമാനിച്ചു. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. കോർപ്പറേഷൻ ഓഫീസിലും സോണൽ ഓഫീസുകളിലും പഞ്ചിംഗ് സിസ്റ്റം സ്ഥാപിക്കാൻ കെൽട്രോണിനെ ചുമതലയേൽപ്പിക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ ബയോമെട്രിക് പഞ്ചിംഗ് സിസ്റ്റം നിലവിൽ വരും. ഉദ്യോഗസ്ഥന്റെ എതിർപ്പ് മറികടന്ന് കൌൺസിലിൽ ഏകകണ്ഠേനയാണ് പഞ്ചിംഗ് സിസ്റ്റം ഏർപ്പെടുത്താൻ തീരുമാനമായത്. 2013 ഡിസംബറിലാണ് ഇതിനായുള്ള ചർച്ച തുടങ്ങിയത്. പദ്ധതി അംഗീകരിക്കുകയും ചെയ്തു. കോർപ്പറേഷൻ ഓഫീസിലും സോണൽ ഓഫീസുകളിലും പഞ്ചിംഗ് സിസ്റ്റം സ്ഥാപിക്കാൻ കെൽട്രോണിനെ ചുമതല ഏൽപ്പിക്കും. എന്നാൽ ഇതിനെതിരെ അസിസ്റ്റന്റ് എഞ്ചിനീയർ രംഗത്ത് വരികയായിരുന്നു.
അജണ്ടയ്ക്കൊപ്പം തയ്യാറാക്കിയ കുറിപ്പിൽ പദ്ധതി നടപ്പിൽ വരുത്താതിരിക്കാൻ കാരണങ്ങളും നിരത്തി. കെൽട്രോണിന്റെ നിരക്ക് അംഗീകരിക്കാനാവില്ല. ജീവനക്കാരുടെ വരവും പോക്കും ക്രമീകരിക്കണം. പദ്ധതി ആരംഭിച്ച കാസർഗോഡ് മുനിസിപ്പാലിറ്റി, കൊച്ചി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ പദ്ധതി പരാജയമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥൻ വിവരിച്ചത്. ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ബാലിശമാണെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മേയർ എ കെ പ്രേമചം പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ പി ടി അബ്ദുൽ ലത്തീഫ്, എം മോഹനൻ, വി സുധീർ, ടി സുജൻ, ടി മൊയ്തീൻ കോയ, ടി ഹസൻ, വി കെ മോഹൻദാസ്, കെ സിനി, ഒ എം ഭരദ്വാജ്, കെ ടി ബീരാൻ കോയ, കെ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ചരിത്രത്തിന്റെ അവശേഷിപ്പായ ചാലിയത്തെ മുല്ലമേൽക്കോട്ടയുടെ സംരക്ഷണത്തിന് പദ്ധതി തയ്യാറാക്കുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും കടലുണ്ടി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മുല്ലമേൽക്കോട്ടയുടെ ശേഷിപ്പുകൾ സംരക്ഷിക്കാൻ പൈതൃക പദ്ധതി തയ്യാറാക്കുന്നത്. ചരിത്രകാരൻ ഡോക്ടർ കെ കെ എൻ കുറുപ്പ ഡയറക്ടറായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആവിഷ്കരിച്ച പദ്ധതി പ്രകാരം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കടലുണ്ടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ഇതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചാലിയത്ത് മുല്ലമേൽക്കോട്ടയുടെ രൂപം സ്ഥാപിക്കാനും ചാലിയത്തിന്റെ പ്രാദേശിക ചരിത്ര സംഭാവനകൾ രേഖപ്പെടുത്താനും തീരുമാനമായി. മലബാറിൽ പറങ്കി അധിനിവേശത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മുല്ലമേൽക്കോട്ട ഇന്ന് വിസ്മൃതിയിലേക്ക് മറഞ്ഞുകഴിഞ്ഞു. അറബിക്കടലിൽ നിന്നുള്ള ശക്തമായ തിരമാലകളിൽപ്പെട്ട് കോട്ടയുടെ ശേഷിപ്പുകൾ അനുദിനം മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലബാറിൽ ആധിപത്യം ഉറപ്പിക്കാനായി 1552 പോർച്ചുഗീസുകാരാണ് മുല്ലമേൽക്കോട്ട നിർമ്മിച്ചത്. ചാലിയം പുലിമൂട്ടിന് സമീപം കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാറകൾക്കിടയിലാണ് തന്ത്രപരമായ കോട്ട ഉണ്ടായിരുന്നത്. ചാലിയം പുഴക്കരപ്പള്ളിയുടെ കല്ലുകൾ കൊണ്ടായിരുന്നത്രേ മുല്ലമേൽക്കോട്ട നിർമ്മിച്ചത്. കോട്ട പൊളിച്ചുമാറ്റിയപ്പോൾ ഇതിന്റെ മര ഉരുപ്പടികൾ കോഴിക്കോട് മിസ്ഗാൽ പള്ളി നിർമ്മാണത്തിനും കല്ലുകൾ ചാലിയം പുഴക്കരപ്പള്ളി നിർമ്മാണത്തിനും നൽകിയതായി ചരിത്രം പറയുന്നു. കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചോ നിർമ്മാണത്തെ സംബന്ധിച്ചോ ഇതുവരെ കാര്യമായ ഗവേഷണങ്ങളോ പഠനങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഓട്ടോറിക്ഷ മീറ്റർ സീലിംഗ് ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് പി വി നവീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ മീറ്റർ സീലിംഗ് ഫീസ് വർധന പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് ലീഗൽ മെട്രോളജി വകുപ്പിനെതിരെ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മീറ്റർ സീലിംഗ് ഒരു ദിവസം വൈകിയാൽ ഫൈൻ 50 രൂപയിൽ നിന്ന് 2000 രൂപയാക്കിയ വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് പി വി നവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KTUC ബി ജില്ലാ പ്രസിഡന്റ് കെ പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ബി ജില്ലാ ജനറൽ സെക്രട്ടറി ലത്തീഫ് കുറുങ്ങോട്ട്, KTUC ബി ഓട്ടോ സെഷൻ ജില്ലാ പ്രസിഡന്റ് കെ ടി സെയ്തലവി, ടി സദാനന്ദൻ മുള്ളത്ത്, കൃഷ്ണൻകുട്ടി, ജെ ജോസഫ് കട്ടാശ്ശേരി, അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കൊയിലാണ്ടി കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ നീര ടെക്നീഷ്യൻ പരിശീലന പരിപാടിക്ക് തുടക്കമായി. 42 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി കെ ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ 42 ദിവസം നീണ്ടു നിൽക്കുന്ന നീര ടെക്നീഷ്യൻ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കാവുംവട്ടത്ത് നടന്ന പരിപാടി കെ ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും ഫെഡറേഷന്റെ ചെയർമാൻമാരും കമ്പനികളുടെ ചെയർമാൻമാരുമെല്ലാം അവിടെ എത്തിപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ ആശയങ്ങൾ ഓരോ സംസ്ഥാനത്തും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളെ സംബന്ധിച്ച് അവിടെ വിശദീകരിക്കും. കേന്ദ്ര മന്ത്രി അവിടെ പൂർണ്ണമായി എന്ന് അത് കേൾക്കുകയും ഭാവിയിൽ ഈ കാര്യങ്ങളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ ഒരു നിർദ്ദേശരൂപേണ ഏതാണ്ട് ഒരു 14 നിർദ്ദേശങ്ങൾ അവിടെ നിർദ്ദേശരൂപേണ ഇന്ത്യ ഗവൺമെന്റ് മുമ്പിൽ വന്നിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ അധ്യക്ഷം വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി കെ ചന്ദ്രൻ മാസ്റ്റർ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കൊയിലാണ്ടി CI ആർ ഹരിദാസ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പേരാമ്പ്ര എക്സൈസ് ഇൻസ്പെക്ടർ PM രവീന്ദ്രനാഥ്, TM മാധവൻ, ഇന്ദിര ടീച്ചർ, M ബാലകൃഷ്ണൻ നായർ, വി കബീർ, KK ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds.
ഓണാശംസകളോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പ്രതിഭാശാലികളായ സംഗീത സംവിധായകർ കൊത്തിയെടുത്ത ദാരുശില്പമാണ് യേശുദാസ് എന്ന് ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി. യേശുദാസ് ഗന്ധർവ സംഗീതം വിമർശിക്കപ്പെടുന്നു പുസ്തകത്തെക്കുറിച്ച് നടന്ന സംവാദം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണിശമായ അച്ചടക്കത്തിന്റെ പ്രതിരൂപമായതിനാലാണ് ശബ്ദ സൗകുമാര്യത്തേക്കാൾ യേശുദാസിന് കേരളീയതയുടെ അടയാളമായി മാറാൻ കഴിഞ്ഞതെന്ന് ഒരു പക്ഷം അഭിപ്രായപ്പെട്ടു. പാട്ടിന്റെ നിർമ്മിതിയിൽ ഗായകന് വലിയ പങ്കില്ലെന്നതിനാൽ യേശുദാസിനെ നിശിതമായി വിമർശിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മറുപക്ഷം പറഞ്ഞു. അളഗോപുരിയിൽ നടന്ന സംഗീത സംവാദം യേശുദാസ് എന്ന ഗായകനെ അകമ്പുറം കീറി വിചാരണ ചെയ്യുന്ന അനുഭവമായി മാറി. യേശുദാസ് ഗന്ധർവ സംഗീതം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് സംവാദം നടന്നത്. പ്രതിഭാശാലികളായ സംഗീത സംവിധായകർ കൊത്തിയെടുത്ത ദാരുശില്പമാണ് യേശുദാസ് എന്ന് സംവാദം ഉദ്ഘാടനം ചെയ്ത ഗാനരചയിതാവും മീഡിയ വൺ സീനിയർ പ്രോഗ്രാം ജനറൽ മാനേജറുമായ ഷിബു ചക്രവർത്തി അഭിപ്രായപ്പെട്ടു. സംവിധായകർ ചിട്ടപ്പെടുത്തിയ ഈണങ്ങൾ ഉച്ചരിക്കുകയാണ് ഗായകന്റെ ദൗത്യം. ഗാനരചയിതാവും സംഗീത സംവിധായകനുമാണ് ഗായകനേക്കാൾ പാട്ടിന്റെ ഉത്തരവാദിത്തം. സിനിമയുടെ സന്ദർഭം ആവശ്യപ്പെടുന്ന സന്ദർഭത്തെ തീവ്രമായി അനുഭവിപ്പിക്കാനാണ് പാട്ടുകൾ ഉൾച്ചേർക്കുന്നത്. പക്ഷേ പാട്ടുകൾ ഇല്ലാതെ തന്നെ സിനിമയെ അനുഭവിപ്പിക്കാൻ കഴിയുന്ന കാലമായതുകൊണ്ടാവാം ഇപ്പോൾ സിനിമയിൽ പാട്ടുകൾ ഇല്ലാതാവുന്നതെന്ന് ഷിബു ചക്രവർത്തി പറഞ്ഞു. പാട്ടിന് പുതിയ ഇടമുണ്ടായില്ലെങ്കിൽ സിനിമാ സംഗീതമെന്ന ലളിത സംഗീതത്തിന്റെ ഭാവി അപകടത്തിലാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഷിബു മുഹമ്മദ് വിഷയം അവതരിപ്പിച്ചു. KN കുഞ്ഞമ്മദ് അധ്യക്ഷം വഹിച്ചു. വി ജയൻ, ഹരിനാരായണൻ, ഷാജഹാൻ കാളിയത്ത് എന്നിവർ സംസാരിച്ചു. SG മെഹജൂബ് സ്വാഗതം പറഞ്ഞു. അജു അമ്പട്ടിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി ചടങ്ങിൽ അരങ്ങേറി. ഹരിനാരായണന്റെ തബല അകമ്പടിയായി. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലയിലെ തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P മാധവദാസ് അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ സോണൽ പരിധിയിൽ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം വേണമെന്ന് മണ്ഡലം കോൺഗ്രസ് സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അരക്കിണർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ DCC സെക്രട്ടറി M റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P മാധവദാസ് അധ്യക്ഷം വഹിച്ചു. കാരണം നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നടത്തണം എന്നുള്ള ഒരു എനിക്കില്ല. കാരണം പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളും വരും. അപ്പൊ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊതുപ്രവർത്തനം നടക്കുന്നത്. അത് പിന്നെ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു ശല്യമായി മാറാതെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് മുതലുള്ളതാണ്. 10 വർഷം ഞാൻ പഞ്ചായത്തിൽ അത് തെളിയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് TK ഗഫൂർ, അരിക്കനാട്ട് രാധാകൃഷ്ണൻ, P രാമകൃഷ്ണൻ, CPM ഉമ്മർകോയ, T ഷഫ്നാസ് അലി, പ്രബനീഷ് കൊമ്മടത്ത് എന്നിവർ സംസാരിച്ചു. P മാധവദാസ് മണ്ഡലം പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ കൺവെൻഷനാണ് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ചേർന്നത്. ചക്കുംകടവ് ഷെയ്ഖ് ഫത്തഖ് മുഹമ്മദ് സ്വാലിഹിന്റെ 404-ാം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കം. ചക്കുംകടവ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് NP ആലി പതാക ഉയർത്തി. വ്യാഴാഴ്ച ദിക്റുദുവ മജ്ലിസ് നടന്നു. വെള്ളിയാഴ്ച ഖത്തം ദുവ കൂട്ടസിയാറത്ത് നടക്കും. ചക്കുംകടവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുലാഹി ഷെയ്ഖ് ഫത്തഹ് മുഹമ്മദ് സ്വാലിഹിന്റെ 404-ാം ആണ്ട് നേർച്ച നവംബർ 5 മുതൽ 7 വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത്. ചക്കുംകടവ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് NP ആലിക്കോയ പതാക ഉയർത്തിയതോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് അബ്ദുൽ ലത്തീഫ് ഫൈസി മങ്ങാട് പ്രഭാഷണം നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ദിക്റുദുവ മജ്ലിസിന് TBC അബ്ദുൽ സമദ് ഫൈസി വാഴക്കാട് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച സമാപന ദിവസം നടക്കുന്ന ഗത്തന്തുവ കൂട്ട സിയാറത്തിന് തഹിയ യമാനി മാറാട് നേതൃത്വം നൽകും. മുൻ പ്രസിഡന്റ് VP ഹസൻ കോയ, NP ആലി, PIC കോയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബിസിനസ് വാർത്തകൾ. അടുക്കളയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ എളുപ്പത്തിൽ സംസ്കരിക്കാൻ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ചൈനയുടെ യന്ത്രം വിപണിയിൽ. ഗ്രീൻ ബോക്സ് ഐ ഡിസ്പോസർ എന്ന പേരിലുള്ള യന്ത്രം മലബാർ ഗോൾഡ് റീജിയണൽ ഡയറക്ടർ AK നിഷാദാണ് പുറത്തിറക്കിയത്. വീടുകളിലെ മാലിന്യ പ്രശ്നം ഇനി ഒരൊറ്റ ഫോൺ കോളിലൂടെ പരിഹരിക്കാം. വേസ്റ്റ് ഫ്രീ ആൻഡ് ഹൈജീനിക് കിച്ചൺ എന്ന മുദ്രാവാക്യവുമായി ഗ്രീൻ ബോക്സ് ഐ ഡിസ്പോസർ വിപണിയിലെത്തി. ജപ്പാനീസ് ടെക്നോളജിയിൽ US സർട്ടിഫിക്കറ്റോട് കൂടിയ ഗ്രീൻ ബോക്സ് ഐ ഡിസ്പോസർ ആദ്യമായി കേരളത്തിലെത്തിക്കുന്നത് കോഴിക്കോട് റാംമോഹൻ റോഡിൽ ഹൈസ ടവറിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ പ്ലസ് ഏജൻസിയാണ്. മലബാർ ഗേറ്റ് ഹോട്ടലിൽ മലബാർ ഗോൾഡ് റീജിയണൽ ഡയറക്ടർ AK നിഷാദ് ഗ്രീൻ ബോക്സ് ഐ ഡിസ്പോസർ ലോഞ്ച് ചെയ്തു. KA മജീദ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. എന്തുകൊണ്ടും ഇങ്ങനത്തെ പ്രോഡക്റ്റ് നമ്മൾ പ്രത്യേകിച്ച്
ഉത്ബുദ്ധരായ കേരളീയർക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഫ്ലറ്റാണ്. ഐ ഡിസ്പോസ് 5 years ഗ്യാരണ്ടി പറയുന്നുണ്ട്. തീർച്ചയായും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിനോട് പറയാനുള്ളത്. വലിയ ഉത്തരവാദിത്തമാണ് 5 years ഗ്യാരണ്ടി നൽകുന്നത്. അതേമാതിരി തന്നെ ഇതിന്റെ സർവീസ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഗ്രീൻ പ്ലസ് ഏജൻസീസ് പാർട്ണർമാരായ ഷമീർ നരവത്ത്, മുഹമ്മദ് അഷ്റഫ്, TC അബ്ദുൾ സമദ്, VK റഷീദ്, VP രൺദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. ആരോഗ്യകരമായി ശുചിത്വം എന്ന ലക്ഷ്യത്തോടെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന സാങ്കേതിക പ്രവർത്തനമാണ് മെഷീന്റെ ഹൈലൈറ്റ്. ഒരു ദിവസം വീട്ടിലുള്ള വെജിറ്റബിൾസ്, നോൺ വെജിറ്റബിൾസ് മാലിന്യങ്ങൾ വെറും 2 മിനിറ്റിനുള്ളിൽ അരച്ചു വെള്ളമാക്കി പുറന്തള്ളി സംസ്കരിക്കുവാൻ ഈ യന്ത്രത്തിലൂടെ സാധിക്കും. 5 വർഷത്തെ വാറണ്ടി നൽകുന്ന ഐ ഡിസ്പോസർ ഒരു തട്ടുമാത്രമുള്ള അരക്കുന്ന ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ ശക്തിയുള്ള ഇൻഡക്ഷൻ മോട്ടോർ, ക്രോമിയം, സ്റ്റീൽ എന്നിവ കൊണ്ട് നിർമ്മിച്ച എയർ സ്വിച്ച്, സ്റ്റെയിൻലെസ് സ്റ്റീലിനാൽ നിർമ്മിതമായ ഗ്രൈൻഡിംഗ് സാമഗ്രികൾ, തുടർച്ചയായി ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാനുള്ള സൗകര്യം, അധിക ഭാരം താങ്ങാനുള്ള സംരക്ഷണം എന്നീ പ്രത്യേകതകൾ ഗ്രീൻ ബോക്സ് ഐ ഡിസ്പോസറിനെ വേറിട്ട് നിർത്തുന്നു. ഗാർഹിക ആവശ്യത്തിന് ഏറ്റവും ചെലവ് കുറച്ച് 14,000 രൂപയ്ക്കാണ് മെഷീൻ ഗ്രീൻ പ്ലസ് സ്ഥാപിച്ചു നൽകുന്നത്. കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് പവർ കൂടുതൽ വേണ്ട 25,000 രൂപയുടെ മെഷീനും വിതരണം ചെയ്യുന്നു. അനാവശ്യമായ മാലിന്യങ്ങൾ കുറച്ചുകൊണ്ട് ശുചിത്വവും പരിസ്ഥിതി സൗഹൃദവും വർദ്ധിപ്പിക്കുകയാണ് ഉപകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായി ഗ്രീൻ പ്ലസ് ഏജൻസീസ്, ഹൈസ ടവർ, രാമോഹൻ റോഡ്, കോഴിക്കോട്. ഫോൺ 9514147070. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9562147070. ഗ്രീൻ ബോക്സ് ഐ ഡിസ്പോസർ, ഗ്രീൻ പ്ലസ് ഏജൻസീസ്, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന മേഖലകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് കോഴിക്കോട് നഗരം കേന്ദ്രമാക്കി ജില്ല മുഴുവൻ പ്രവർത്തന പരിധി നിശ്ചയിച്ചുകൊണ്ട് മലബാർ ദീപ്തി എന്ന കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകി. മലബാർ ദീപ്തിയുടെ ഉദ്ഘാടനം നവംബർ 9 ഞായറാഴ്ച കേരള ധന നിയമകാര്യ മന്ത്രി KM മാണി KP കേശവമേനോൻ ഹാളിൽ നിർവഹിക്കുമെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളെ സ്കൂൾ തലത്തിൽ കണ്ടെത്തി അഭിരുചി പരീക്ഷ മുഖേന 35 വിദ്യാർത്ഥികൾക്ക് പഠനം പൂർണ്ണമായും സൗജന്യമായി നൽകുവാൻ PPTA മിഷൻ 35 എന്ന പദ്ധതി നടപ്പിലാക്കും. മിഷൻ 35ൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർണ്ണമായും സൗജന്യമായി PPTA നൽകും. സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന, പഠനത്തിൽ മുമ്പിട്ട് നിൽക്കുന്ന +2 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും BCom 1, 2 എന്നീ വർഷങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിന് അഭിരുചി പരീക്ഷ എഴുതാവുന്നതാണെന്നും അക്കാദമി സാരഥികൾ പറഞ്ഞു. 1000 NGO യൂണിയൻ വളണ്ടിയർമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശുചീകരിക്കുന്നു. നവംബർ 8-നാണ് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശുചീകരിക്കുന്നത്. യൂണിയന്റെ കോഴിക്കോട് ജില്ലയിലെ 10 ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 1000 വളണ്ടിയർമാരാണ് ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ 8 മണിക്ക് ശുചീകരണ പ്രവർത്തനം ആരംഭിക്കും. പിണറായി വിജയൻ പ്രവർത്തനത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും A. പ്രദീപ് കുമാർ MLA-യും NGO യൂണിയൻ നേതാക്കളും പറഞ്ഞു. കോഴിക്കോട് ദേവഗിരി കോളേജിന് സ്വയംഭരണാവകാശം ലഭിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നവംബർ 7-ന് വെള്ളിയാഴ്ച നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കേരള സർക്കാരിന്റെയും UGC-യുടെയും വിദഗ്ധ സമിതിയുടെ ശുപാർശ അനുസരിച്ച് 2014 ജൂലൈയിൽ ദേവഗിരി കോളേജിന് UGC സ്വയംഭരണ പദവി നൽകിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ സ്വയംഭരണ പദവി ലഭിച്ച 2 കോളേജുകളിലൊന്നും ഉത്തര മലബാറിലെ ആദ്യത്തേതുമാണ് ദേവഗിരി എന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി മുതൽ കോളേജിന് സ്വന്തമായി സിലബസ് തയ്യാറാക്കാനും പരീക്ഷകൾ നടത്താനും സാധിക്കും. ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ തുടർന്നും സർവകലാശാല തന്നെയാകും നൽകുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരുന്ന പാർട്ടി കോൺഗ്രസോട് CPM പിളരുമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. പാർട്ടി രേഖകൾ പോലും തയ്യാറാക്കാൻ സാധിക്കാത്ത പ്രതിസന്ധിയിലാണ് CPM എന്നും RMP നേതൃത്വം. ഫാക്ട്സ് ഓഫ് ഫിസിക്സ് ദേശീയ സെമിനാറിന് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ തുടക്കം. പങ്കെടുക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ പ്രമുഖർ. റേഷൻ സാധനങ്ങൾ സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ച് വിതരണം ചെയ്യുന്നത് അഴിമതിക്ക് ആക്കം കൂട്ടുമെന്ന് സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ. സ്വകാര്യ ഗോഡൌണുകളെ ആശ്രയിക്കുന്നത് ചില ഉദ്യോഗസ്ഥരുടെ താൽപര്യപ്രകാരമെന്നും ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.